ഏത് നിമിഷവും യുദ്ധം ആസന്നമാകുമെന്ന സ്ഥിതിയാണ് പശ്ചിമേഷ്യയിൽ. സ്വന്തം മണ്ണിന്റെയും പൗരന്മാരുടെയും സുരക്ഷിതത്വം ചോദ്യചിഹ്നമാകുമ്പോൾ രാജ്യത്തിന് ആയുധമെടുക്കാതെ തരമില്ല. നിലവിട്ട് പെരുമാറുന്ന ശത്രുവിനെ തോൽപ്പിക്കാൻ ഇന്ത്യയുടെ ആയുധശേഖരത്തിൽ ആയുധങ്ങൾ ഇന്ന് അനവധിയാണ്. ഇനി മാമലകൾക്കപ്പുറത്ത് ഭൂമിക്കടിയിൽ അഭയം തേടിയാലും ശത്രുവിന് രക്ഷയില്ലെന്ന് ഉറപ്പുവരുത്താനുള്ള നീക്കങ്ങൾ തകൃതിയായി നടത്തുകയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണകൂടം. ബങ്കർ ബസ്റ്റർ ബോംബാണ് ഇന്ത്യയുടെ പുതിയ സ്വപ്നം. ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ US വർഷിച്ച ബങ്കർ ബസ്റ്റർ ബോംബ് പോലെയുള്ളവ, ഉഗ്രപ്രഹരശേഷിയുള്ളവ ഇന്ത്യയുടെ പക്കലെത്തിയാൽ ശത്രുക്കൾ ഒന്ന് ചിന്തിക്കും. വിദൂര പ്രദേശങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നതിനായി നിലവിൽ ഇന്ത്യയുടെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലായ അഗ്നി 5 പരിഷ്കരിച്ച ബങ്കർ ബസ്റ്റർ പോർമുന വഹിക്കുന്ന മിസൈൽ വികസിപ്പിക്കാനൊരുങ്ങുകയാണ് നമ്മുടെ ഇന്ത്യ. പുതിയ അഗ്നി മിസൈലിന് 7500 കിലോയോളം ഭാരമുള്ള പോർമുന വഹിക്കാൻ സാധിക്കും. പെലോഡിന്റെ ഭാരം കൂടുന്നത് കൊണ്ട് തന്നെ മിസൈലിന്റെ പ്രഹരപരിധി അല്പം കുറയും. നിലവിൽ അഗ്നി 5 മിസൈലിന് 5000 കിലോമീറ്ററിനപ്പുറം വരെ ആക്രമണം നടത്താൻ സാധിക്കുന്നതാണ്. കൃത്യമായ സ്ഥലത്ത് കൂടുതൽ ആഘാതമുണ്ടാക്കുന്ന ആയുധം വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ് അഗ്നി മിസൈലിന്റെ പുതിയ പതിപ്പ് ഒരുങ്ങുന്നത്. ഇന്ത്യയുടെ ഏറ്റവും അടുത്തുള്ള പാകിസ്ഥാനിലെയും ചൈനയിലെയും തന്ത്രപരമായ ലക്ഷ്യങ്ങൾ തകർക്കുക എന്നുള്ളതാണ് ഇതിലൂടെ ഇന്ത്യയുടെ മെയിൻ ലക്ഷ്യം. ഭൂമിക്കടിയിൽ 80 മുതൽ 100 മീറ്റർ വരെ ആഴത്തിലേക്ക് തുളഞ്ഞിറങ്ങി അകത്തു കടന്ന് സ്ഫോടനം നടത്തുന്ന പോർമുനയാണ് മിസൈലിനുണ്ടാവുക. മിസൈൽ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ ഭൂമിക്കടിയിൽ സ്ഥാപിച്ചിട്ടുള്ള സൈനിക കേന്ദ്രങ്ങൾ ഉൾപ്പെടെ തകർക്കുക എന്നതാണ് മിസൈലിന്റെ പ്രധാന ഉദ്ദേശം. പാകിസ്ഥാന്റെ ആണവശേഖരം സൂക്ഷിച്ചിട്ടുണ്ടെന്ന് കരുതപ്പെടുന്ന കിരാന കുന്നുകൾ പോലുള്ള കനത്ത ഉറപ്പുള്ള ഭൂഗർഭ ലക്ഷ്യങ്ങളെ ഒറ്റ ആക്രമണത്തിൽ നശിപ്പിക്കാൻ കഴിവുള്ളതായിരിക്കും ഈ മിസൈൽ. എന്തായാലും ഇന്ത്യയുടെ ശത്രുക്കൾ ഒന്ന് സൂക്ഷിച്ചേക്ക് കേട്ടോ.